തൃശൂർ പൂരം ആകെ അലമ്പായി. അതിന്റെ ഉത്തരവാദി ആരാണെന്നാണ് അങ്ങോട്ട് പോലും വഴിയായിരുന്നു, പക്ഷെ ആരും ഉത്തരവാദിത്തം എടുക്കുന്നു. തൃശൂർ പൂരം ഈ നിലയിലേക്ക് ഇത്തവണ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്, പോലീസിനാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വളരെ അവധാനത കാണിക്കേണ്ട ഗവൺമെന്റ് പൂരം കാണാനെത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങളെ നിരാശരാക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണുള്ളത്. ശബരിമല തീർത്ഥാടനം കുളവാക്കിയ ആളുകൾ തന്നെയാണ് ഇത്തവണ പൂരവും കുളവാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിനോടുള്ള ഇവരുടെ നിലപാടിന്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. അല്ല, അതല്ല, ഗവൺമെന്റിന് തൃശൂർ പൂരം പോലെ ലോകപ്രശസ്തമായ ഈ പൂരത്തിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഗവൺമെന്റിന് ബാധ്യതയില്ലേ? ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലാണ് തൃശൂർ പൂരം ഈ നിലയിലേക്ക് ഒരു അവതാളത്തിലാക്കിയത്. ഇത് അവതാളത്തിലാക്കിയതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ലാഘവ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഗവൺമെന്റിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. തൃശൂർ പൂരം ഇങ്ങനെയാക്കിയതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതിന് ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുത്തിട്ടും കാര്യമില്ല. മൊത്തം സർക്കാർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള തമ്മിലടിയുമില്ല. തരൂരിന്റെ പരിപാടികളിൽ ആളുകളുടെ ബാഹുല്യം വളരെ കൂടുതലാണ്, ജനക്കൂട്ടം വളരെ കൂടുതലാണ്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു വഴക്കുണ്ടാകുന്നില്ല. ആൾക്കൂട്ടം കൂടുതൽ ഉണ്ടാകുമ്പോൾ ചിലപ്പം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളല്ലാതെ വേറൊന്നുമില്ല. തരൂർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ്. എവിടെ ചെന്നാലും വലിയ ജനബാഹുല്യമാണ്, അല്ലാണ്ട് അവിടെ യാതൊരു തർക്കവുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല, പിഴവൊന്നുമില്ല. എല്ലാവരും വളരെ യോജിച്ചാണ് തിരുവനന്തപുരത്തെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നത്. ഒരു തകരാറുമില്ല. ചെറിയ ഈ തിരക്കുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. മുഖ്യമന്ത്രി അതിരൂക്ഷമായാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത്. അതിന് ഉദാഹരണമായി പറഞ്ഞത് അശോക് ചവാൻ പോകുന്ന സമയത്ത് കരഞ്ഞു. താങ്കളോട് അന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചു മുമ്പ് വാർത്തകൾ പറഞ്ഞു. അങ്ങനെ അയ്യോ എന്ന് വിളിച്ച് നിലവിളിച്ച് കരയുന്നവരല്ല ഞങ്ങൾ എന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാൻ പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ നിലവിളി നമുക്കെല്ലാം കേൾക്കാൻ കഴിയും. അത്ര ഒരു കനത്ത പരാജയമാണ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും മോഡിയുടെ ഗവൺമെന്റിനും കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നത്.